മലയാളികളുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ ഇല്ലെന്നല്ലേ? ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈവന്റിന്റെ കണക്ടിവിറ്റി അടക്കമുള്ള ടെക്നിക്കൽ സംവിധാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഒരു സംഘം മലയാളികളാണ്. കാണാം ബഹ്റൈനിൽ നിന്നുള്ള റിപ്പോർട്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും മലയാളികൾ ഉണ്ടാവുമെന്ന് പറയാറില്ലേ? നമ്മളുള്ളത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് വേദിയിലാണ്. ഇവിടുത്തെ നെറ്റ്വർക്കിങ്ങിന്റെയും കണക്ടിവിറ്റിയുടെയും ഒക്കെ ടെക്നിക്കൽ ബാക്ക് ബോൺ ആയിട്ട് ഒരു പിടി മലയാളികളുണ്ട്. നമുക്ക് അവരോട് ഇത്തവണത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹൈ ബ്രോ, എന്താണ് പേരും കാര്യങ്ങളും, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എൻ്റെ പേര് ജിതിൻ എന്നാണ്. ശരിക്കും എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. ഇത്രയും വലിയൊരു ഇവൻറ്റ്, അതായത് ഏഷ്യയിലെ കുറേ കൺട്രീസിൽ നിന്ന് ആളുകൾ വരുന്നു. അതിൻ്റെ ഒരു IT സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു മലയാളി, അതെ, എക്സൈറ്റഡ് ആണ്, പ്രൗഡാണ്, സന്തോഷം. എൻ്റെ പേര് നിയാസ് എന്നാണ്. ഞാൻ നാട്ടിൽ മലപ്പുറമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ് ടു അള്ളാഹ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കാൻ, ടെക്നിക്കൽ ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ. ഇവിടെ ഇപ്പോൾ ഒരു 27 സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 27 സൈറ്റിൽ ഇപ്പോൾ ഫയർവാൾ നമ്മളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ ലിങ്കും കംപ്ലീറ്റ് MPLS കണക്ടിവിറ്റി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ മോണിറ്ററിങ് ഡാഷ്ബോർഡുകൾ കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ കൂടാതെ വേറെയും 2-3 പേര് നമ്മളെ വേറെ സൈറ്റുകളിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ ഒരു 4-5 മലയാളികളുണ്ട് നമ്മുടെ കൂടെ. മറ്റേ ഈ എക്സിബിഷൻ വേൾഡ് അവിടെയുണ്ട്, നമ്മുടെ ഒരു 2-3 പേരുണ്ട്. അപ്പം മൊത്തം നമ്മളൊരു 4-5 പേര് മലയാളീസ് ഇതിൻ്റെ പുറകിൽ തന്നെ. ഞങ്ങൾ ഒരു മാസത്തോളമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഇംപ്ലിമെൻറ്റേഷനും എല്ലാം ആയിട്ട് ഒരു വലിയ ജേണി തന്നെയായിരുന്നു. സന്തോഷം. എൻ്റെ പേര് അതുൽ. ഞാൻ ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബഹ്റൈനിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 8,000-ഓളം പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. 45 കൺട്രീസിൽ നിന്നായിട്ട് ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്കും ഒരു ചലഞ്ചായിരുന്നു. കാരണം ഇങ്ങനൊരു ലാർജ് സ്കെയിലിൽ ഏകദേശം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു പെർ ഡേ ഏകദേശം ഒരു 4,000-5,000 മുതൽ 10,000 വരെ യൂസേഴ്സ് ഇൻ്റർനെറ്റ് ആക്സസിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇവരാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. നെറ്റ്വർക്കിംഗ് സൈഡിലുള്ള ഞങ്ങളുടെ സൈഡിൽ നിന്ന് മോണിറ്ററിംഗ് ആയിരുന്നു ചെയ്തത്. എന്തായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അതേപോലെ തന്നെ ഒരു മലയാളിയായിട്ട് ഇതേപോലെ ഇവൻറ്റുകളിൽ, ഇത്രയും വലിയൊരു ഇവൻറ്റിൽ നമുക്ക് പാട്ടാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം.